ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ പോത്തുകൾക്ക് ഇത് കൊടുത്തിരിക്കുന്നത് കായത്തൊലി, അതുപോലെ തന്നെ പഴത്തൊലി ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, പഴത്തൊലി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൈത്തീറ്റ ഒഴിവാക്കുന്ന ഒരു പരിപാടിയിലാണ് നമ്മൾ ട്രയൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സക്സസ് ആവണം എന്തായാലും. ആണോ, അന്തസ്സായിട്ട് തിന്നുന്നുണ്ട്. ഇന്ന് ഞാൻ പുറത്തേക്കൊന്നും ഇറക്കിയില്ല, ഇത് തീറ്റിച്ച് ഒരു തിന്നായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം കൈത്തീറ്റയ്ക്ക് പകരം ഇങ്ങനത്തെ എന്തെങ്കിലും വേസ്റ്റുകൾ കൊടുത്ത് വേനൽക്കാലം വല്ല തള്ളി നിൽക്കുക. വേനൽക്കാലത്ത് വേണമെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ ഈ സംഘടിപ്പിക്കുന്ന വേസ്റ്റുകൾ കുറച്ചും കൂടി കൂടുതൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, പിന്നെ ഇത് ആപ്പിള്, റോബസ്റ്റ് പഴം സംഭവങ്ങളൊക്കെ ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതൊക്കെ ചെത്തിയിട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെ കൈത്തീറ്റയ്ക്ക് പകരം എന്തൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റും ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. പണിയുണ്ട്, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇത് മുഴുവൻ ലാഭമാണ് എന്ന് ഞാൻ പറയില്ല. ഇത് കഷ്ടി എൻ്റെ 2 ദിവസത്തെ ഇത് കൊടുന്നിട്ടുള്ളതാണ്. ഇത് അത്യാവശ്യം ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ഒരു ദിവസം 2 മണിക്കൂറിന് മേലെ ഇതിനു വേണ്ടി ഞാൻ സമയം കളയുന്നുണ്ട്, പ്ലസ് പെട്രോൾ കാശ്. തീറ്റ കാശ് വെച്ച് നോക്കുമ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോൾ ലാഭമാണെന്ന്, മറ്റേ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നഷ്ടമാണ്. എൻ്റെ സമയം, എൻ്റെ അധ്വാനം. മറ്റേതാകുമ്പോൾ ഒരു 100 രൂപ, 120 രൂപ അല്ലെങ്കിൽ 150 രൂപ റേഞ്ചിൽ നമുക്ക് ഒരു ദിവസം കൈത്തീറ്റ. പക്ഷെ നമ്മളിത് എടുത്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് നമുക്ക് എന്തെങ്കിലും അർത്ഥവശാൽ നമുക്ക് ഈ കൊണ്ടുവരുന്നവർ തന്നെ നമുക്കത് വീണ്ടും തരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരികയാണ് കേട്ടോ. അതായത് നമ്മളൊരു ദിവസം നേരം വൈകി ചെല്ലുമ്പോഴേക്കും അപ്പുറത്തേക്കും ഉച്ചയാകുമ്പോഴേക്കൊക്കെ മറ്റൊരു എടുത്തുകൊണ്ടുണ്ടാവും. പിന്നെ ഇതിൽ ലാഭത്തിന് ഏറെ നഷ്ടങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീ കൊടുക്കുന്ന തൊലിയിൽ വല്ല പൂപ്പലടിക്കുക, ഫംഗസ് അടിക്കുക, ഫംഗൽ ഉണ്ടാവും. അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ വല്ല സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പോത്തിന് വയറിളക്കം ഉണ്ടാവും. പോത്ത് പിന്നെ കൈത്തീറ്റ എടുക്കില്ല, ഈ തീറ്റകളൊന്നും എടുക്കില്ല, പുല്ല് തിന്നില്ല. ഇതൊക്കെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അമിതമായിട്ട് ഇത് തിന്നു കഴിഞ്ഞാൽ വയറിളകും. പിന്നെ ഒരു മാസം പെട്ടെന്ന് പോത്ത് ക്ഷീണിക്കും. ഇതിൻ്റെ ഒക്കെ ദുരിതവശങ്ങളും കൂടി ഉണ്ട്. ഒരു ലാഭം ഉണ്ട്, എന്നാൽ അതിൻ്റെ ഇരട്ടി നോക്കി ചെയ്തില്ലെങ്കിൽ ഇരട്ടി നഷ്ടമുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. പൂപ്പല് കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു പോത്ത് 2 പോത്തുള്ളവരൊന്നും ഇതൊന്നും കളിക്കാതിരിക്കുക എന്നാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചെടുക്കുക. കണ്ടമാനം എടുത്തു കൊടുന്ന് വേസ്റ്റ് ആക്കാതിരിക്കുക, അല്ലെങ്കിൽ കണ്ടമാനം എടുത്തു കൊടുന്ന് വയറ് നിറച്ച് കൊടുക്കാതിരിക്കുക. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഈ പോത്ത് തിന്നുന്നത് ആപ്പിളും ലേശം ചോറും പരുത്തി പിണ്ണാക്കും കൂടി കുഴച്ച് വെച്ചാണ് ഇപ്പോൾ ഇത് തിന്നുകൊണ്ടിരിക്കുന്നത്. ആപ്പിൾ ചെത്തിയിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഫ്രൂട്ട്സുകളൊക്കെ ഒക്കെ നല്ലതാണ്. ഒരു ഇതിനൊരു ഇത് ലാഭത്തിന് ഒരു നഷ്ടമുണ്ട്, ഒരു നഷ്ടത്തിന് ഒരു ലാഭമുണ്ട്. പക്ഷെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമുക്ക് നമ്മുടെ പരിസരത്ത് നിന്ന് കിട്ടുന്ന, ഇപ്പോൾ ആപ്പിളിൻ്റെ സീസണാണ്, ഇനി കുറച്ച് കഴിഞ്ഞാൽ തണ്ണിമത്തൻ്റെ സീസണാവും, പേരക്കായ സീസണാവും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, മുന്തിരി, ഓറഞ്ച്, മാതള നാരങ്ങ, ഇങ്ങനത്തെ പണികളൊന്നും നമ്മൾ എടുക്കാറില്ല. കൂടുതലും ആപ്പിള്, പേരക്കായ അങ്ങനത്തെ സംഭവങ്ങൾ. അത് നമുക്ക് ഒരു സ്ഥലത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലവർ പറയും എല്ലാം കൂടി കൊണ്ടുപോകണം. അപ്പോൾ നമുക്കത് നടക്കില്ല. പിന്നെ എനിക്കിത് പണിയുണ്ട് കേട്ടോ. ഏകദേശം ഒരു കഷ്ടി ഒരു ദിവസം ഒരു 25 കിലോമീറ്ററിന് മേലെ 2 പ്രാവശ്യം ചിലപ്പോൾ വണ്ടി കൊണ്ടുപോയി വരേണ്ടി വരും. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുമ്പോൾ കായത്തൊലി വെക്കുന്നതിന് ഒരു അളവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ട് ഈ സാധനം. പിന്നെ അത് മാത്രമല്ല, എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഒറ്റ സ്റ്റെപ്പിന് കയറി പോരില്ല. ഇപ്പം 3 ചാക്ക് കായത്തൊലിയും കുറച്ച് ഫ്രൂട്ട്സ് വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ ആ ഫ്രൂട്ട്സ് വേസ്റ്റ് എടുക്കാൻ പോകേണ്ടി വരും. എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും പോയാലാണ് അവർ, അല്ലെങ്കിൽ നമ്മൾ എടുത്തു കൊടുന്നാലാണ് അവർ നമുക്ക് തരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർ ഇടച്ചിലാവും. പിന്നെ ഇതിന് പണി വരുന്നുണ്ട് കേട്ടോ. പണി വരികയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കഷ്ടി ഒരു 25 രൂപയുടെ 25 കിലോമീറ്റർ. അപ്പോൾ കഷ്ടി നമുക്കൊരു 80 രൂപ അല്ലെങ്കിൽ ഒരു 60 രൂപ നമുക്ക് പെട്രോൾ ചിലവ് വരുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈത്തീറ്റ ചിലവ് കുറച്ച് എന്ന് വെച്ചാൽ നമുക്ക് 100, 120, 130, 150 ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു 25 രൂപ കൈത്തീറ്റ ചിലവ് എന്ന് പറയുമ്പോൾ എനിക്ക് 150 രൂപയായി. അത് നേരെ നമ്മളൊരു 60 രൂപയിലേക്ക് എത്തിച്ചു. 90 രൂപ നമുക്കൊരു ദിവസം ലാഭം, അല്ലെങ്കിൽ ഒരു 100 രൂപ ലാഭം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി വരുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് സമയം, അതായത് ഒരു 1.5-2 മണിക്കൂർ സമയം നഷ്ടം, ഒരു ചെറിയൊരു കാശ് ചിലവും. സമയനഷ്ടമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ പക്ഷേ നമ്മളിത് ശീലിപ്പിച്ച് നമ്മൾ സെറ്റാക്കി നമുക്ക് കുറച്ച് സ്ഥലം കൂടി കൂടുതൽ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഒരു 2-3 മണിക്കൂറൊക്കെ ഒരു ദിവസം ഇതിന് മെനക്കെട്ട് നിന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തീറ്റ ചിലവ്, അതായത് നമുക്ക് തീറ്റ ചിലവ് ഇപ്പോൾ ഒരു 10 എണ്ണം എൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300-400 രൂപ വേനൽക്കാലത്ത് തീറ്റ ചിലവ് പോണത്, നല്ലൊരു തീറ്റ ചിലവ് കുറയും. പിന്നെ അത് മാത്രമല്ല, പുല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഷോർട്ടാകുമ്പോൾ അതിനൊരു തടയാവും. ഒരു കണക്കിന് ലാഭത്തിനും വേറെ സമയത്ത് വേറൊരു കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല നഷ്ടമുണ്ട് കേട്ടോ. അതെല്ലാവർക്കും പ്രാക്ടിക്കലല്ല.
പിന്നെ നമ്മളതൊരു ചെയ്ത് ഒരു ടെസ്റ്റ് അടിച്ച് നോക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം എങ്ങനെയുണ്ട് സെറ്റപ്പ് എന്നുള്ളത്. പക്ഷേ വളർച്ചയുടെ കാര്യം ഭയങ്കര വ്യത്യാസമായിരിക്കും. നമ്മൾ പിണ്ണാക്കും തവിടും കൊടുക്കുന്നതിനേക്കാൾ ഒരു പടി മുൻപന്തിയിലാണ് ഇങ്ങനത്തെ കായത്തൊലി, ഫ്രൂട്ട്സ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ ചെറു പോത്തുകളാണെങ്കിൽ കഴിച്ചെടുക്കാനും കുറച്ച് സമയം എടുക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ഇവരെല്ലാവരും സെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ കൊടുത്തിരുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ കപ്പൽ പിണ്ണാക്ക് ചെറിയ തോതിൽ കൊടുത്തിരുന്നു, പരുത്തി പിണ്ണാക്ക് കൊടുത്തിരുന്നു. നമ്മളൊരു പരീക്ഷണമാണ് ഒരു മാസത്തേക്ക്. അതുപോലെ തന്നെ പരുത്തി പിണ്ണാക്ക്, ചോളത്തവിട് അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിരുന്നത്. ആ സാധനം നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ തീറ്റകളൊന്നും കൈത്തീറ്റകളൊന്നും കൊടുക്കുന്നില്ല. ഇന്നുവരെ പാടത്തേക്ക് ഇറക്കിയിട്ടില്ല. നമുക്ക് കായത്തൊലി കൂടുതൽ കിട്ടിയപ്പോൾ ഒരു കായത്തൊലി പാടത്തേക്ക് ഇറക്കാതെ നിർത്തി. പാടത്തേക്ക് ഇറക്കാതെ നിർത്തി കഴിഞ്ഞാൽ അതിനേറെ പണി. ഇവർ മേത്ത് ചാണകം അത് കഴുകിയിട്ട് വേണം നാളെ പാടത്തേക്ക് ഇറക്കണമെങ്കിൽ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് തീരെ ഞാൻ കായത്തൊലി ഇപ്പോഴാണ് കിട്ടി തുടങ്ങി. ഒരാഴ്ച തീരെ നമ്മൾ തവിടോ പിണ്ണാക്കോ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ. എങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിള്, സബ്രിജില് അങ്ങനത്തെ സംഭവങ്ങളില്ലേ, ആപ്പിള് സബ്രിജിലാണ് നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 4-5 കഷ്ണാക്കി കട്ട് ചെയ്തിട്ട് വട്ടയിൽ വെച്ച് കൊടുക്കും. അവർ സുഭിക്ഷമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ 2-3 ദിവസം വേണമെങ്കിൽ ലേശം തവിട് മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നുള്ളതെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കൈത്തീറ്റയിൽ ഒന്ന് ചെത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 2-3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ വളരെ നന്നായിരിക്കും. വെളുക്കാന്ന് വെച്ചാൽ പാണ്ടാവുണ്ടല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരും പോത്ത് തിന്നണു കുറേ കൊടുത്തു, ഒരു വട്ടയെ കിട്ടി അല്ലെങ്കിൽ 2 വട്ടയെ കിട്ടി, അപ്പോൾ എല്ലാം കൂടി 4 വട്ടയാക്കി പോത്തിന് വെച്ച് കൊടുത്തു. അല്ലെ മറ്റേ പോത്ത് തിന്നില്ല, ഈ പോത്തിന് വെച്ച് കൊടുത്തു, പണി കിട്ടും. അപ്പോൾ അതിന് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കുറച്ച് വെച്ച് കൊടുത്ത് കാര്യങ്ങൾ നല്ല ദഹനക്കേട് പിടിക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. സീറോ ബഡ്ജറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് സീറോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കൊല്ലത്തേക്ക് ഒരു 70,000-80,000 ചിലവ് വരുന്നത് കഷ്ടി ഒരു 25,000-30,000 വരുത്താൻ പറ്റും. പക്ഷെ പണിയുണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, നല്ല മന്ദസായിട്ട് പണിയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെറുതെ കിട്ടുന്ന സംഭവങ്ങൾ. അപ്പോൾ ആപ്പിളിൻ്റെ സീസൺ കഴിഞ്ഞ് വരുമ്പോൾ പേരക്കായ കഴിഞ്ഞ് തണ്ണിമത്തം വരും. കായത്തൊലി നമുക്ക് വേനൽക്കാലം ആകുമ്പോഴേക്കും കുറയും, എന്നാലും കുറച്ചൊക്കെ കിട്ടും. അങ്ങനെ ഇതിൻ്റെ ആവശ്യക്കാർ കൂടുതലുണ്ടാവും വേനൽക്കാലം ആകുമ്പോൾ. പിന്നെ ഫ്രൂട്ട്സ് കടകളിൽ നമ്മൾ അറിയുന്ന ഫ്രൂട്ട്സ് കടകളുണ്ടെങ്കിൽ സാധാരണ അത് പോർക്കിനാണ് കൊടുക്കുക. ഫ്രൂട്ട്സ് വേസ്റ്റ് അവർ ജഗ്ഗിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പേരക്കായ ഉണ്ടാവും, മുസാമ്പി ഉണ്ടാവും, തണ്ണിമത്തം ഉണ്ടാവും, ആപ്പിൾ ഉണ്ടാവും, മുന്തിരി ഉണ്ടാവും, ഓറഞ്ച് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഫ്രൂട്ട്സ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊലികളൊന്നും ഉണ്ടാവില്ല, ചണ്ടി മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാം കഴിക്കാൻ സാധ്യതയുണ്ട്. ഫ്രൂട്ട്സ് വേസ്റ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു നല്ല ഫ്രൂട്ട്സ് കടകളിൽ വലിയ ഫ്രൂട്ട്സ് കട അല്ലെങ്കിൽ നല്ല ചിലവുള്ള ഫ്രൂട്ട്സ് കടകളിൽ, ജ്യൂസ് കടകളിൽ കഷ്ടി ഒരു 5 എണ്ണത്തിനൊക്കെ സിമ്പിളായിട്ടൊരു വട്ടയെ നിറച്ച് വെച്ച് കൊടുക്കാതെ ഓരോ ദിവസവും വേസ്റ്റ് കിട്ടും, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം ഗുണമായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സംഭവം, അതായത് ഫ്രൂട്ട്സിൻ്റെ ചണ്ടികൾ സ്ഥിരം കൊണ്ടുവന്ന് പോർക്കുകാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടാൻ ലേശം പാടാണ്. ഞാനത് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേനൽക്കാലം ആകുമ്പോഴേക്കും ഒന്ന് സെറ്റ് ചെയ്ത് തരാം, എടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കടകളിൽ അവർ കൊടുക്കുന്നത് അത് ആ സാധനം പൈസയ്ക്കാണ്. ആ സാധനം കൊണ്ടുപോകുന്നത് അവർക്ക് പൈസ കൊടുത്താലാണ് അവർ കൊണ്ടുപോകുക. പക്ഷെ നമുക്ക് പൈസ ഒന്നും വേണ്ട, നമ്മളത് കൊണ്ടുവരാമെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ തന്നിരിക്കും. പക്ഷെ സ്ഥിരം കൊണ്ടുപോകുന്നവരോ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ കൊണ്ടുപോകാതിരിക്കാനും സാധ്യതകളുണ്ട്, നമുക്ക് തരാതിരിക്കാനും സാധ്യതകളുണ്ട്. പക്ഷെ അങ്ങനത്തെ കിട്ടുന്ന സംഭവങ്ങൾ നിങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ലാഭമാകാം. ഞാൻ പറയുന്നു, ഒരു തരത്തിൽ ലാഭം വയ്ക്കുമ്പോൾ മറു സ്ഥലത്ത് ഒത്തിരി നഷ്ടങ്ങളും ഉണ്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഉപയോഗിച്ചോ, ശ്രദ്ധിച്ച് സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. നിങ്ങൾക്ക് പിണ്ണാക്കും തവിടിനേക്കാളൊക്കെ ഒരു പൊടിക്ക് മുന്നിൽ വളർച്ച നിൽക്കും. പ്രത്യേകിച്ച് ഈ വർഷക്കാലമല്ലേ, പുല്ലുണ്ടല്ലോ, ആവശ്യത്തിലധികം പുല്ലുണ്ട്. അപ്പോൾ പുല്ലും ഈ കുറച്ച് വേസ്റ്റുകളൊക്കെ തിന്ന് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. സ്റ്റാർട്ടിങ്ങിലെ വലിയ പോത്തുകളല്ലെങ്കിൽ ഒരു 200-250 കിലോന് മേലേക്കുള്ള പോത്തുകളല്ലെങ്കിൽ കൈ വയ്ക്കാൻ സാധ്യത വളരെ കുറവാണ് ഈ വക തീറ്റകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ശീലിപ്പിച്ചെടുക്കുക വേണം. അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ചെയ്യുക. കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ.